ബാഡർ മീൻ ഓഫ് ഫിനോമിനൻ. ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ പ്രതിഭാസം. അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ ടേമാണ്. ബാഡർ മീൻ ഓഫ് ഫിനോമിനൻ എന്ന് വെച്ചാൽ നമ്മളൊരു പർട്ടിക്കുലർ വസ്തു, ഒരു ഒബ്ജക്റ്റ്, അതിനോട് ഒത്തിരി അങ്ങോട്ട് ക്രേസ് ആയി കഴിഞ്ഞാൽ പാരാഫീലിയ, മെക്കാനോഫീലിയ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ആ വസ്തുക്കളോട് ഒരു വ്യക്തിക്കുണ്ടാകുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പം വെഹിക്കിൾ ക്രേസ്, അതാണ് മെക്കാനോഫീലിയ എന്ന് പറയുന്നത്. അപ്പോൾ പാരാഫീലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷുവൽ അട്രാക്ഷൻ ടു ഒബ്ജക്ട്സ്. ചില വസ്തുക്കളോട് തോന്നുന്നതായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ആകർഷണം. അത് കുറച്ച് കടന്ന പദപ്രയോഗവും ചില കടന്ന മാനസികാവസ്ഥ ആണ്. എന്നാൽ പൊതുവേ നമ്മൾ മനുഷ്യരുടെ ഇടയിൽ കാണുന്ന ഒരു വിഷയം, ഈ വാഹനം, കാറ്, തൻ്റെ തന്നെ ഇമേജ്, തൻ്റെ തന്നെ പ്രതിരൂപമായിട്ടാണ് ഈ വാഹനങ്ങളെ കാണുന്നത്. അത് പൊങ്ങച്ചം, ആഡംബരം, സ്റ്റാറ്റസ് സിമ്പൽ എന്നൊക്കെയല്ലേ നമ്മൾ സമൂഹത്തിൽ പറയാറ്. എന്നാൽ ഈ ഒരു മാനസികാവസ്ഥ കാരണമാണ് നമ്മൾ റോഡിൽ ചെറുതായിട്ടൊന്ന് വണ്ടിയൊന്ന് വരഞ്ഞു, അല്ലെങ്കിൽ ആരെങ്കിലും ചെറുതായിട്ടൊന്ന് ഓവർടേക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചു കാണത്തില്ല, എന്നാൽ വാഹനത്തിൽ ഉള്ള ആ വാഹനം ഓടിക്കുന്ന വ്യക്തി, അതിൻ്റെ ഉടമസ്ഥൻ പ്രത്യേകിച്ചും വിഷയമുണ്ടാക്കും, ഇറങ്ങി ബഹളം വയ്ക്കും, വഴക്കുണ്ടാക്കും. അപ്പോൾ അത്രയ്ക്കും വെഹിക്കിൾ ക്രേസാണ്. വെറും ഒബ്ജക്റ്റ്, വെറും ഒരു വസ്തു, അതും വെറും ഡിപ്രിസിയേഷനിൽ പോകുന്നതായിട്ടുള്ള ഒരു വാഹനം, വെറും മെറ്റൽ സബ്സ്റ്റൻസ്, അത് മെക്കനൈസ്ഡ് ആയിട്ട് റോഡിൽ ഓടുന്ന, നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള ഒരു കൺവേയൻസ്, ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി മാത്രമാണ് ഈ കാറ്. എത്ര വില കൊടുപ്പുള്ളതാണെങ്കിലും സാധാരണമായിട്ടുള്ള കാറാണെങ്കിലും എല്ലാം ഉപയോഗം ഒന്നാണല്ലോ. പക്ഷേ അതിൻ്റെ അതിര് വിട്ടു പോകുന്ന ഒരവസ്ഥ, ആഡംബരം, സ്റ്റാറ്റസ് സിമ്പലിന് അപ്പുറം ഇന്ന് ഭയങ്കരമായ, കുട്ടികളുടെ ഇടയിൽ ഭയങ്കര ക്രൈസാണ് ഈ ബൈക്ക്. ഒരു 17 ലക്ഷം. അടുത്തിടെ എന്നെ കാണാൻ വരുന്ന, കൗൺസിലിങ്ങിന് വരുന്ന ഒരു 19 വയസ്സുകാരൻ പയ്യൻ, അയാൾ ഉപയോഗിക്കുന്ന ബൈക്കിൻ്റെ വില 17 ലക്ഷം രൂപയാണ് ആ വാഹനത്തിൻ്റെ വില. അപ്പോൾ ഒരച്ഛന് അതിൻ്റെ പൈസയുണ്ട്, അയാൾക്ക് പയ്യനെ മേടിച്ചു കൊടുത്തിരിക്കുക. അവൻ അതിലാണ് കോളേജിൽ പോവുക. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാർ കാണുമ്പോൾ അവരെ വീട്ടിൽ ചെന്നിട്ട് വിഷയം ഉണ്ടാക്കുക, എനിക്ക് ഇതുപോലത്തെ ബൈക്ക് വേണം. അപ്പോൾ ആ വീട്ടുകാർക്ക് അതിനുള്ള സാമ്പത്തികമുണ്ടോ? പക്ഷേ പയ്യൻ കൗമാരം, അവൻ വീട്ടിൽ വിഷയം ഉണ്ടാക്കും, ആഡംബരം ഉള്ള ഫോണ്, ഇതുപോലത്തെ ബൈക്ക്. അപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് ഇത്രയധികം വയലൻസ്, ഇത്രയധികം അരാജകത്വങ്ങൾ ഇനിയും കൂടിക്കൂടി വരിക ഈ ലക്ഷറി ഒബ്ജക്ട്സിനോടുള്ള ഇത്തരം ക്രൈസാണ്. മെക്കാനിക്കലായിട്ടുള്ള ഇത്തരം ആകർഷണീയത. എന്നാൽ ഇത് നിലനിൽക്കുന്നതുമല്ല, വളരെ താൽക്കാലികം. അപ്പം നമ്മുടെ ബ്രെയിൻ ഇത്തരം ചില ഇഷ്ടങ്ങൾ വന്നു കഴിയുമ്പോൾ റോഡിൽ ഇറങ്ങുമ്പോഴെല്ലാം അവർ മനസ്സിൽ കണ്ട സമാനമായിട്ടുള്ള വെഹിക്കിൾ അത് ഫിൽട്ടർ ചെയ്ത് കാണിക്കുന്ന രീതിയിൽ ആവും നമ്മുടെ ബ്രെയിൻ പിന്നെ പ്രവർത്തിക്കുക. അപ്പോൾ കാണുന്നിടത്തെല്ലാം അവർ സമാനമായിട്ടുള്ള ബൈക്ക്, അല്ലെങ്കിൽ ഭയങ്കര ക്രൈസായിരിക്കും. ഉറക്കത്തിലും പകൽ സമയങ്ങളെല്ലാം ഈ വാഹനത്തെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള, എന്തും അമിതമാകുന്നത് അമൃതും വിഷയമാണല്ലോ, ആസക്തി അപകടം തന്നെയാണല്ലോ. അപ്പോൾ ഇന്ന് ഈ പറയുന്ന ഈ ചെറുപ്പക്കാരുടെ ഇടയിലെല്ലാം ഇത്തരം ഒരു വിഷയം ഉണ്ട്. അത് ശ്രദ്ധിക്കണം. കാരണം ഇന്ന് മൊബൈൽ ഫോണിലൂടെ എന്തും കാണാമല്ലോ. അപ്പോൾ ലക്ഷറി, ആഡംബരം, ബ്രാൻഡിങ്. അപ്പോൾ അവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, വീട്ടുകാരോട് വിഷയം ഉണ്ടാക്കും. അത് കിട്ടിയില്ലെങ്കിൽ ആകെ വയലൻസാണ്. പിന്നെ അത് കിട്ടാൻ വേണ്ടി അവരെന്തും ചെയ്യും.
അങ്ങനെയാണ് അവർ വഴിതെറ്റി പോകുന്നത് പല തെറ്റായ ബിസിനസ്സുകളിൽ. നിങ്ങൾക്ക് ഊഹിക്കാം എന്താണെന്നുള്ളത്. കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള കാരണം അവരുടെ അത്യാർത്തി, ഇതുപോലുള്ള ലക്ഷറി പ്രൊഡക്ട്സിനുള്ള അമിത ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക് വരിക. ഒരു മരുന്നുമില്ലാതെ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാം. മനുഷ്യൻ്റെ ഓരോരോ വിഷയങ്ങളെ